പ്രിയമുള്ളവരെ, ബഹ്റൈൻ്റെ ഈ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ സാധാരണ പോലെ തന്നെ ജീവിതം മുന്നോട്ട് എല്ലാവരും നടന്ന്, പിന്നെ എല്ലാവർക്കും ഉള്ളിലൊരു ചെറിയ പേടികൾ എല്ലാവർക്കും ഉണ്ട്. ഇവിടെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ബഹ്റൈൻ ഗവൺമെന്റ് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ കാര്യങ്ങളാണ് പൂർണ്ണ ശ്രദ്ധ, അല്ലേ? അത് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഈ ചാനലുകാർ വിടുന്ന ഇത്ര അവിടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ പോകുമ്പോഴത്തേക്ക് മറ്റൊരുത്തിലാക്കി തീപ്പാറി ഇതൊന്നും ഇവിടെ പ്രശ്നമില്ല കേട്ടോ. ഇതെല്ലാം വെറുതെ പറയുന്നത്. നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാല് സത്യം പറയാൻ നല്ല സ്വാതന്ത്ര്യം ഇവിടെ. നമുക്ക് എന്തെങ്കിലും പറ്റുന്നതിന്, സാധാരണ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് ഇവിടെയുള്ള ഗവൺമെന്റ് ശക്തമായിട്ട് അങ്ങനെ വരുന്ന മിസൈലുകൾ ഒരൊറ്റൊന്ന് താഴ്വരും സമ്മതിക്കുന്നില്ലല്ലോ. ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അതൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. അതൊക്കെ വെറുതെ ഇങ്ങനെ ഓരോരുത്തർ റീച്ചിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറക്കുന്നതാണ്. അത് അവർക്ക് അവരുടെ ജീവിത ഇത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇടുന്നത്. പക്ഷെ സത്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇവിടെ വീഴാൻ സമ്മതിക്കുന്നില്ലല്ലോ. മിസൈലൊന്നും ഇവിടുത്തെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല, താഴെ വീഴാൻ സമ്മതിക്കുന്നില്ല ഇതുവരെയായിട്ട്. ഇനി അങ്ങോട്ടുള്ള എന്നാന്നുള്ള നമുക്ക് എന്ത് ചെയ്യാനല്ല പറയാം. നിരന്തരം എന്നെ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഇവിടെ ഉള്ള ആളുകൾക്ക് തന്നെ. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, അവരെ ഉള്ളിലൊക്കെ ഒന്ന് എന്നെ വിളിക്കുന്ന സമയത്ത് പോലും ഓർക്കൊക്കെ എത്ര ഒരു മനസ്സിനുള്ളിൽ നമ്മളോടൊക്കെ ഒരു അടുപ്പുണ്ടായിട്ടാണല്ലോ സ്വന്തം ആങ്ങളിനെ പോലെ അല്ലെങ്കിൽ അനിയനെ പോലെ ജ്യേഷ്ഠനെ പോലെ എന്നെ വിളിച്ചു നോക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോടും ഏട്ടന്മാരോടും അനിയന്മാരോടൊക്കെ പറയേണ്ടത്, ഈ ബന്ധങ്ങളാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഈ ബന്ധം നമുക്ക് നിലനിർത്തണം. ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പ് ഞങ്ങൾക്ക് തരിക. ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക ബഹ്റൈൻ അവർ കുട്ടിച്ചോറാക്കും എന്നുള്ളത്. ആരും പേടിക്കേണ്ട. എയർപോർട്ടൊക്കെ ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ എയർപോർട്ട് തുറക്കും. എയർപോർട്ടിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല. എയർപോർട്ടൊക്കെ സാധാരണ നിലയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. തുറക്കും, നമുക്ക് നാട്ടിലേക്ക് പോകാം, വരാം. എല്ലാവരും എൻ്റെ വീഡിയോ നിങ്ങളത് എടുത്ത് വെച്ചോളി. ഞാനെങ്ങാനും ഇല്ലാത്തത് പറയുകയാണ്, അന്ന് നിങ്ങൾ എൻ്റെ തലയിൽ കയറിക്കുന്നുണ്ട്. ഉറപ്പ് ഞാൻ തരും, ഒരു കുഴപ്പവും ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല.